ചങ്ങാതിമാർ ദേ ഈ കിടക്കുന്ന ചിക്കനും കിടന്നങ്ങ് മൊരിയെന്ന് കണ്ടില്ലേ? ഈ സാധനം വേറെ ലെവലാട്ടോ. ഇതാണ് സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബട്ടർ ചിക്കൻ. ദേ ഇനി വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കി കണ്ണടച്ചുണ്ടാക്കി ഇത് കഴിക്കാൻ വേണ്ടി ഇനി ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഒന്നും ഓടണ്ട. ഇതിന് കൂടെ ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്തേക്കണം. അപ്പോഴേ നമ്മുടെ ചാനലിനൊരു ജീവൻ ഉണ്ടാവുന്ന ചക്കര അങ്ങ് തള്ളു ചങ്ങാതിമാരെ. ആദ്യം തന്നെ കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിടുക. എന്നിട്ട് ദേ ഒരു 3-4 ലെമൺ വെജ് ഇതേ ഇതുപോലെ ഞെക്കി പിഴിഞ്ഞും ഒഴിച്ചു നല്ല രീതിയിലും ഒഴിക്കുക കണ്ടോ. അപ്പം എന്നിട്ട് ഇവനെല്ലാം ഒഴിച്ച ശേഷം അതിലേക്ക് ഇച്ചിരി ദേ ബ്ലാക്ക് സാൾട്ട് അത് കടച്ചൊന്ന് മേടിക്കണം കേട്ടോ. ആ സാധനം നിങ്ങളുടെ വീടുകളിൽ കാണത്തില്ല എനിക്കറിയാം. അതുകൊണ്ട് അത് മേടിച്ച ശേഷം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഇവനെ നല്ലോണം അങ്ങ് തിരുമ്മി വെച്ചു. ദേ ഇതുപോലെ അങ്ങ് തിരുമ്മി പിടിപ്പിക്കുക കണ്ടോ. ആ തിരുമ്മി പിടിക്കാൻ ഒരു 10 മിനിറ്റ് അങ്ങ് വെക്കുന്ന സമയത്ത് നേരെ ബേസിലെടുക്കുക. അതേ അതിലേക്ക് ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ട് മറി വരയ്ക്കുക. സാധാ ചില്ലി പൗഡർ ഒരു സ്പൂൺ അങ്ങ് ഇടുക. കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിടുക. കുറച്ച് ജീരക പൗഡറും കുറച്ച് ഗരം മസാലയും കുറച്ച് ചാട്ട് മസാലയും ഇച്ചിരി കസ്തൂരി മേത്തിയും ഉപ്പും കൂടെയും എന്നിട്ട് വെള്ളം കളഞ്ഞ നല്ല തൈര്, വെള്ളം ഒട്ടും ഇല്ലാത്ത തൈര്, കട്ട തൈര് അതും കൂടെ ഇട്ട് ഇവനെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക. ആ സമയത്ത് ഇച്ചിരി കടുകെണ്ണ അതായത് മസ്റ്റാർഡ് ഓയിൽ ഈ സാധനം ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇവനെ ഒരു കുഴമ്പ് രൂപത്തിൽ ഇത് ഇങ്ങനെ ആക്കിയെടുക്കുക കണ്ടോ. ഈ രൂപത്തിലും ഭാവത്തിലായി കഴിയുമ്പോൾ നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്കൊരു മറി പറിക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് തിരുമ്മി പിടിപ്പിക്കുക കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ ചങ്ങാതിമാർ? അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇനി തന്തൂരി അടുപ്പൊക്കെ വേണ്ട ഇത് ഉണ്ടാക്കാൻ വേണ്ടിയെന്ന്. ഒരു സംഭവം വേണ്ട. അത് ഇതുപോലെ മസാല പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ വെച്ച ശേഷം നേരെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് ഉരുളി ചൂടാക്കുന്നു. ഉരുളി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ മതി കേട്ടോ. ശേഷം ദേ സവോള എടുത്തൊരു മറി അവനെ ഇങ്ങനെ ഇതുപോലെ അങ്ങ് വരട്ടുക. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കന് വേണ്ട ഗ്രേവി ഉണ്ടാക്കും കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ ആദ്യം മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അത് ഇരിക്കട്ടെ അവിടെ. ആ സമയത്ത് ഇവനൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് തക്കാളി എടുത്തൊരു മറി തക്കാളി അതിലിങ്ങനെ ഇട്ട് വാട്ടുക. തക്കാളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നിങ്ങൾ ഇച്ചിരി പഞ്ചസാര എടുത്തിട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് സംഭവം വാടി കിട്ടും. ഇത് ഇതുപോലെ വാടി ഈ ലെവലിലായി കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം അങ്ങ് കുക്ക് ചെയ്യുക കേട്ടോ. കുക്കായ ശേഷം ഇവനെ മിക്സിക്കകത്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. ഇവന് പറയുന്നതാണ് നമ്മൾ ഹോട്ടലിലൊക്കെ ആൾക്കാർ പറയും, ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് മക്കനി ഗ്രേവി എന്നൊക്കെ പറയും. ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് വീടുകളിൽ എളുപ്പത്തിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. പേസ്റ്റ് ആക്കിയ ശേഷം നേരെ അടുത്ത ഉരുളി എടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക, അതിൽ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഹോൾ ഗരം മസാല, സിനമന, കാടവന, ബേലീസ്, അതുപോലെ ഇങ്ങനെയുള്ള പെപ്പർ ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതും ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ. റോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരക പൗഡർ ഇട്ട് കൊടുക്കുക. കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. ശേഷം ഇത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കരിയല്ലേ, കരിയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ലൈറ്റായിട്ട് ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവനൊന്ന് പാകത്തിന് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ ഗ്രേവി അടിച്ച് വെച്ചിട്ടുള്ള ആ സാധനം എടുത്തിട്ട് മറി മറിക്കുക കണ്ടോ. മറിച്ച ശേഷം അവൻ ഉരുളിയിലിട്ടങ്ങ് ഇച്ചിരി നല്ലോണം കുക്ക് ചെയ്യണം കേട്ടോ. അത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഇച്ചിരി ടൈം എടുത്ത് കുക്ക് ചെയ്യണം. അപ്പോൾ ആ മിക്സി ഒന്ന് കഴുകി ഒന്ന് ഇച്ചിരി ഒഴിക്കാമെങ്കിൽ ആ വെള്ളം കൂടെ ഇങ്ങനെ ലെവലാക്കി കിട്ടും. എന്നിട്ട് ഇവനെ ഇട്ടങ്ങ് നല്ലോണം അങ്ങ് കുക്ക് ചെയ്യുക. തിളപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ. എന്നാലും ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ലൊരു ക്രീമി ടെക്സ്ചറിങ് വരും. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക്. സാധനം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ കണ്ടോ. ഇത് വേവാൻ വെച്ചേക്കാം കുറച്ച് നേരത്തേക്ക്. ആ സമയത്ത് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മാരിനേറ്റ് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ ആ സാധനം എടുത്തത് ഇതിൽ ഓയിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാം. പാൻ ഫ്രൈ ആണ്. ഓയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത്രയും ചിക്കൻ ഇടുന്നതുകൊണ്ടാണ് എണ്ണ ഒഴിച്ച് അടി പിടിക്കാതിരിക്കാനും ഒട്ടി പിടിക്കാതിരിക്കാനും മസാല വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ പരിപാടി നമ്മൾ കാണിക്കുന്നത് കേട്ടോ. കാണാൻ തന്നെ രസമില്ലേ. എന്നിട്ട് ചിക്കൻ വേവാൻ വേണ്ടി ഇതുപോലെ ഒരു അടപ്പെടുത്ത് മുകളിൽ വെച്ചേക്കുക. അതാകുമ്പം അകം ഒന്ന് വെന്ത് കിട്ടും, അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഇവനെ സൈഡിൽ നിന്ന് മറിച്ച് ഇതുപോലെ മറിച്ച് 2 സൈഡും 3 സൈഡും ഒക്കെ ഒന്ന് കുക്കാക്കി ലൈറ്റാക്കി എടുക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം 80% ഇതിനകത്തൊരു കുക്കാക്കിയാൽ മതി. ബാക്കി നമുക്ക് ഗ്രേവിക്കകത്തിട്ട് കുക്കാക്കാം. ആ ഗ്രേവിക്കും ടേസ്റ്റ് ആവും, ചിക്കനും ടേസ്റ്റ് ആവും. ബുദ്ധി അത് റെഡിയാക്കിയ ശേഷം ഇതുപോലെ ലെവലാക്കി ഒന്ന് വേവിച്ചെടുക്കുക. ആ സമയത്ത് ഗ്രേവി ഒന്ന് ടൈറ്റായി കുറുകി നല്ല മക്കിന് ഗ്രേവി രൂപത്തിലായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലൈറ്റായിട്ട് വേവിച്ചെടുക്കാം കണ്ടോ. അപ്പോൾ ഇത് റെഡിയായ ശേഷം ചിക്കൻ ഇപ്പോൾ എടുക്കുക. ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ചിക്കൻ ഒന്നും നോക്കണ്ട, നേരെ എടുത്തൊരു മറി മറിക്കുക. ആ ചെറിയ ഓയിലുണ്ട്, ആ ഓയിലും കൂടെ എടുത്ത് ചേർത്തും കിട്ടും. അപ്പോഴേ മക്കനി ഗ്രേവിയിലേക്ക് എല്ലാം കൂടെ ചേർന്ന് ഒരു കുഴമ്പ് രൂപത്തിലാകുമ്പോഴേക്ക് സംഭവം വേറെ ലെവലാവും കേട്ടോ ചങ്ങാതി. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ഗീയും ഒഴിച്ച് കൊടുക്കുക. മുകളിലേക്ക് കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ.
മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, അത് കണ്ടില്ലേ. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രേവി നല്ല ടൈറ്റായിട്ട് മുറുകി നിൽക്കുക. അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയാണ് വെള്ളമോ അല്ലെ പാലോ ഇത് രണ്ടേതെങ്കിലും ഒന്നൊഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ശേഷം കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുക. ഹണിയും ഇതുപോലെ ഇട്ടങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി, കൊറിയാണ്ടർ, അതായത് മല്ലി, പിന്നെ കുറച്ച് ജീരക പൗഡറും കുറച്ച് ചാറ്റ് മസാലയും കൂടെ മുകളിലേക്ക് ഇട്ടുക. എന്നിട്ട് ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് വേണം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇടുക. ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് ക്രീം, നല്ല നമ്മുടെ തിക്ക് ക്രീമില്ല, ആ ക്രീം എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ഇവനെ ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ. ഈ സംഭവം ഉണ്ടാക്കാൻ ഈസിയാണ്. വീടുകളിലൊക്കെ നല്ല പുഷ്ക്ക് പോലെ ഉണ്ടാക്കാം. നിങ്ങളവർക്ക് ഹോട്ടലുകളിൽ മാത്രം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വീടുകളിൽ നമുക്ക് നല്ല പുഷ്ക്ക് പോലെ ഉണ്ടാക്കാം. നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട ചങ്ങാതിമാരെ. എന്നിട്ട് 3-4 പൊറോട്ടയും കൂടെ വേണം മേടിച്ചിട്ട് ഒരു പെടുത്തം അങ്ങ് പിടിക്കാം. കണ്ടില്ലേ, ഈ ഗാർണിഷൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവൽ. എന്നിട്ട് നമ്മൾ പൊറോട്ടയോടെ ഇവനെങ്ങ് പിടിക്കാൻ പോവാം, സംഭവം ലെവലാണ്. അതുപോലെ തന്നെ ചങ്ങാതിമാരോട് പ്രത്യേകം പറയാനുള്ള കുറേ നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ബിരിയാണി, ചില്ലി ചിക്കൻ, ഈ വക സാധനങ്ങളെല്ലാം, ബീഫ് ഫ്രൈ, അങ്ങനെ കുറേ റെസിപ്പി, ഇതെല്ലാം ഒന്ന് കാണും ചങ്ങാതിമാരെ. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഈ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ. അങ്ങ് തള്ളു ചങ്ങാതിമാരെ, നിങ്ങളുടെ തള്ളല്ല നമുക്ക്. കണ്ടിട്ട് കൊതിയാവുന്നില്ലേ? ഒരു രക്ഷയില്ല, കാലയിലൊക്കെ പിടിച്ചൊരു പിടുത്തം പിടിക്കണം. ഇനി അടുത്ത ഇവൻ തന്നെ ട്രൈ ചെയ്തു ചങ്ങാതിമാർ.